ഹായ് എല്ലാവർക്കും വിഷ്ണുശാലിനിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. തുണികളൊക്കെ തേച്ചുകൊണ്ടിരിക്കുന്ന ശാരികയുടെ അടുത്തേക്ക് ചിരിച്ചുകൊണ്ടുവരികയാണ് ശ്യാമ. ശ്യാമയെ നോക്കിയിട്ട് ശാരിക കരുതുകയാണ്, ഇവളെന്താ ഇങ്ങനെ ചിരിക്കുന്നത്? ഞാൻ ഓൺലൈൻ ക്ലാസ്സിൽ കയറിയത് കണ്ടിട്ടുണ്ടാകുമോ? ശ്യാമ വന്ന് പറയുകയാണ്, ചേച്ചി രാജീവ് സാറിന്റെ ഇന്നത്തെ ക്ലാസ് അടിപൊളിയായിരുന്നു കേട്ടോ. ഇന്ന് പുതിയൊരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു ക്ലാസ്സിൽ. അഡ്മിഷൻ ആണെന്നാണ് തോന്നുന്നത്. കാര്യം മനസ്സിലാക്കിയ ശ്യാമ പറയുകയാണ്, ശാരിക പറയുകയാണ്, നീ അതൊരു വലിയ സംഭവമൊന്നും ആക്കേണ്ട, അതെനിക്കൊരു അബദ്ധം പറ്റിയതാണ്. എന്തബദ്ധം? ഇവിടെ ഇരുന്നായിരുന്നല്ലോ കാവ്യ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് അവള് മുഖം കഴുകാൻ വേണ്ടി കുളിമുറിയിൽ പോയപ്പോൾ എന്റെ കൈ തട്ടി ഫോൺ നിലത്ത് വീണതാണ്. കൈ തട്ടി വീഴാൻ ചേച്ചി എന്തിനാ ഫോണിന്റെ അടുത്തേക്ക് ചെന്നത്? എന്റെ വഴി ഇവിടെ വരച്ചു വെച്ചിട്ടൊന്നുമില്ലല്ലോ ഈ വീട്ടിൽ, ഉണ്ടോ? ശരി, കൈ തട്ടി ഫോൺ താഴെ വീണു, പക്ഷേ അപ്പോൾ ക്യാമറ എങ്ങനെയാണ് ഓൺ ആയത്? എനിക്കറിയില്ല എന്ന് പറയുകയാണ് ശാരിക. ശ്യാമ പറയുകയാണ്, ചേച്ചിയെ ക്യാമറയിൽ കണ്ടപ്പോൾ രാജീവ് സാറിന് വളരെയധികം സന്തോഷമായെന്ന് തോന്നുന്നു. മുഖത്തെ ആ ചിരി കാണേണ്ടതായിരുന്നു. സാറിന്റെ എല്ലാ അസുഖവും ഇപ്പോൾ പമ്പ കടന്നു കാണും. ശ്യാമെ, നീ വേണ്ടാത്തത് പറയരുത് കേട്ടോ. ആ സാറിനെ കല്യാണം ആലോചിച്ചു വന്നു എന്നുള്ളത് നേരാണ്. ഹോട്ടലിൽ വരുന്ന എല്ലാവരോടും ഉള്ള അടുപ്പം മാത്രമേ എനിക്കും ആ സാറിനോടുള്ളൂ. കാണുമ്പോൾ ചിരിക്കും, സംസാരിക്കും, അതിനപ്പുറം ഒന്നുമില്ല. ചേച്ചിയുടെ കൈതട്ടിയാണ് വീഡിയോ ഓൺ ആയതെങ്കിലും രാജീവ് സാറ് ചേച്ചിയുടെ പേര് വിളിച്ചില്ലേ? ക്ലാസ്സിലുള്ള മുഴുവൻ ആൾക്കാരും അത് കേട്ടു കാണും. ഞാൻ ചോദിച്ചതുപോലുള്ള ചോദ്യങ്ങളും സംശയങ്ങളും അവർക്കും ഉണ്ടാകും. അവരൊക്കെ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തു മറുപടി പറയും ചേച്ചി? ശാരിക പറയുകയാണ്, മറ്റുള്ളവരുടെ കാര്യം നോക്കി ജീവിക്കാതെ സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ പറയുക. അത് തന്നെയാണ് ഇതിനുള്ള മറുപടി. അന്നേരം അവിടേക്ക് വെള്ളവുമായി വരികയാണ് ശാലിനി. ചോദിക്കുകയാണ്, എന്താ രണ്ടുപേരും കൂടി അവിടെ ഒരു സ്വകാര്യം? ശ്യാമ പറയുകയാണ്, റബ്ബർ എസ്റ്റേറ്റിലെ വിശേഷങ്ങളൊക്കെ ഞാൻ വിസ്തരിച്ചു പറയുകയായിരുന്നു കുഞ്ഞേച്ചി. ശരിയെന്ന് പറഞ്ഞ് ശാലിനി പോകാൻ തുടങ്ങുമ്പോൾ ശാരിക വിളിക്കുകയാണ്, അതെ, കാട്ടുതേനീച്ചയുടെ കുത്തുകൊള്ളാതെ രക്ഷപ്പെട്ടത് തന്നെ മഹാഭാഗ്യം. നീ അവളെയും കൊണ്ട് പാടത്തും പറമ്പിലുമൊക്കെ കറങ്ങാതെ തുണിക്കടയിൽ പോയി കുറച്ച് ഡ്രസ്സ് എടുത്തു കൊടുക്ക്. എത്ര നാളായിട്ട് അമ്മ പറയുന്നതാണ്, കോളേജിൽ പോകുന്ന കുട്ടിയല്ലേ, ഒന്നോ രണ്ടോ കൂടുതലുണ്ടെങ്കിൽ എപ്പോഴും അലക്കാനും തേക്കാനും നിൽക്കാതെ നിന്റെ ഇവിടത്തെ പണിയും മറ്റും കുറഞ്ഞും കിട്ടും. ഇപ്പോഴാണെങ്കിൽ കുറച്ച് കാശ് അമ്മയുടെ കയ്യിലിരിക്കുന്ന സമയവുമാണ്. അത് തീരുന്നതിന് മുന്നേ വേണം. എന്താ നടക്കുമോന്ന് ചോദിക്കുകയാണ് ശാരിക. എന്റെ പൊന്നു ചേച്ചി, ഞങ്ങള് നാളെ തന്നെ പൊയ്ക്കോളാം, കാശ് തന്നാൽ മതി. ഇപ്പൊ തന്നെ അമ്മ പൈസ എടുത്ത് തരും. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. ശരിയെന്ന് പറഞ്ഞു പോവുകയാണ് ശാലിനി. പോയ ശേഷം വീണ്ടും ശ്യാമ ചോദിക്കുകയാണ്, അപ്പോ അതാണ് ഹോട്ടലിൽ വരുന്ന എല്ലാവരുമായിട്ടുള്ള ബന്ധം അല്ലേ ചേച്ചി? കണ്ടാൽ ചെറുതായിട്ടൊന്ന് ചിരിക്കും, ചെറുതായിട്ടൊന്ന് മിണ്ടും, അത്രയല്ലേ ഉള്ളൂ. പിന്നെന്താ വല്യേച്ചി, കുഞ്ഞേച്ചി അറിഞ്ഞാൽ കുഴപ്പം? ദേഷ്യപ്പെട്ട് ശാരിക പറയുകയാണ്, നീ ബോഡി എവിടെന്ന്? അവളുടെ ഓരോ ചോദ്യങ്ങൾ. ശ്യാമ പറയുകയാണ്, ശരി മനസ്സിലായി, കണ്ണടച്ച് പാല് കുടിച്ചാൽ ആരും അറിയില്ല എന്നാണ് പൂച്ചയുടെ വിചാരം. ഈ മിണ്ടാപ്പൂച്ച മിക്കവാറും കല ഉടയ്ക്കുന്ന ലക്ഷണമുണ്ട്. നടക്കട്ടെ എന്ന് പറയുകയാണ് ശ്യാമ. പിന്നീട് കാണിക്കുന്നത് രാത്രി സത്യഭാമയുടെ വീടാണ്. അവിടെ വിഷ്ണു റബ്ബർ എസ്റ്റേറ്റിലുണ്ടായ കാര്യങ്ങളൊക്കെ ആലോചിച്ചങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം വിഷ്ണുവിന്റെ അടുത്ത് വന്നിരിക്കുകയാണ് സുസ്മിത. അതിനുശേഷം വിഷ്ണുവിന്റെ കൈ പിടിക്കുകയാണ്. പക്ഷെ കണ്ണടച്ച് ശാലിനി ആലോചിച്ചിരിക്കുന്ന വിഷ്ണു അതൊന്നും അറിയില്ല. സുസ്മിത ചോദിക്കുകയാണ്, ഇപ്പോ എങ്ങനെയുണ്ട് വേദന? സുസ്മിതയാണ് ചോദിക്കുന്നത് എന്നറിയാതെ കണ്ണു തുറന്ന് വിഷ്ണു പറയുകയാണ്, വേദനയൊക്കെ അപ്പോഴേ മാറിയില്ലേ? ആണോ? പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി കേട്ടോ. അത് കേട്ട് പെട്ടെന്ന് സുസ്മിതയെ ശ്രദ്ധിക്കുകയാണ് വിഷ്ണു. അതിനുശേഷം വിഷ്ണു കൈ പിടിച്ചു മാറ്റിയിട്ട് ചാടി എഴുന്നേറ്റ് ചോദിക്കുകയാണ്, നീ ആയിരുന്നോ? സുസ്മിത ചോദിക്കുകയാണ്, പിന്നെ ആരെന്നാ വിചാരിച്ചേ? നീ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നത്? ഇത് നിന്റെ റൂമല്ല, ഞാനിരിക്കുന്ന സ്ഥലമാണ്. അതിനെന്താ പ്രശ്നം? എനിക്കിവിടെ ഇരുന്നൂടെ? ഇഷ്ടപ്പെട്ട വിഷ്ണു നിൽക്കുമ്പോൾ സുസ്മിത പറയുകയാണ്, നാളെ വിഷ്ണുവേട്ടന്റെ ഭാര്യയാകേണ്ട ആളാണ് ഞാൻ. വിഷ്ണുവേട്ടന്റെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ട ആൾ. അത് വിഷ്ണുവേട്ടൻ മറക്കരുത്. വിഷ്ണു ചോദിക്കുകയാണ്, അയ്യടാ, അങ്ങനെ എല്ലാ കാര്യങ്ങളും തനിച്ചങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ഞാൻ തനിച്ചല്ല, നമ്മുടെ വീട്ടുകാർ തീരുമാനിച്ചതാണ്. അല്ലെങ്കിൽ തന്നെ വിഷ്ണുവേട്ടന് എന്നെ കാണുമ്പോൾ മാത്രം എന്താ ഇത്രയ്ക്ക് ദേഷ്യം? അതാ എനിക്ക് ഒരിക്കലും മനസ്സിലാകാത്തത്. അതെ, നിന്നെ കാണുമ്പോൾ മാത്രമാണ് ദേഷ്യമെന്ന് ആര് പറഞ്ഞു? നിന്റെ സ്വഭാവം ഇങ്ങനെയാണ്, സഹിക്കാമെങ്കിൽ സഹിച്ചാൽ മതി. സഹിക്കുന്നതിന്റെ അല്ല, ഇവിടെ വിഷ്ണുവേട്ടന്റെ അച്ഛനും അമ്മയും അനിയത്തിയും ഒക്കെയുണ്ട്. അവരോടെല്ലാവരോടും നോർമലായിട്ടാണ് വിഷ്ണുവേട്ടന്റെ പെരുമാറ്റം. എന്തിന്, ഇവിടത്തെ സെർവൻസിനോട് പോലും വിഷ്ണുവേട്ടന് ഒരു പ്രശ്നവുമില്ല. എന്നെ കാണുമ്പോൾ മാത്രമാണ് വിഷ്ണുവേട്ടന് ഈ ദേഷ്യം മുഴുവൻ. അതെ, നീ എന്റെ പേഴ്സണായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട്. റബ്ബർ എസ്റ്റേറ്റിൽ പോയാൽ അവിടെ, വീട്ടിൽ വന്നാൽ ഇവിടെ, ഒരിടത്തും എനിക്ക് ഒരു സൗകര്യവും തരത്തില്ല. അതൊക്കെ സഹിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? വിഷ്ണുവേട്ടനെ കാണാനും ഈ സാമീപ്യം കൊതിച്ചല്ലേ?
സ്വന്തം വീട്ടുകാരെ പോലും ഉപേക്ഷിച്ച് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. വിഷ്ണുവേട്ടനാണെങ്കിൽ രാവിലെ ഇറങ്ങിപ്പോയാൽ രാത്രി സമയത്താണ് തിരിച്ചു കയറി വരുന്നത്. ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ വിഷ്ണുവേട്ട ഇവിടെ? വീടിന് കണ്ണു കിട്ടാതിരിക്കാനുള്ള കോലമാണോ ഞാൻ? വിഷ്ണു പറയുകയാണ്, അതെ അതെ, മതി മതി. ഈ ചോദ്യത്തിനുള്ള ഉത്തരമൊക്കെ നീ തന്നെ ആലോചിച്ച് കണ്ടുപിടിച്ചാൽ മതി. എനിക്ക് വേറെ ജോലിയുണ്ട്. ഐ ആം സോറി, നിനക്ക് പോകാം. പോ എന്നും പറഞ്ഞ് പുറത്തേക്ക് വഴി ചൂണ്ടിക്കാണിക്കുകയാണ് വിഷ്ണു. ശരി, വിഷ്ണുവേട്ടന് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പൊയ്ക്കോളാം. ഇനി ഈ വീട്ടിൽ ഞാൻ നിൽക്കില്ല, പോവാണ്. എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നതിന് നന്ദിയുണ്ട്. ചെല്ല്, എന്ത് സ്വൈര്യക്കേടാണിത് എന്ന് പറയുകയാണ് വിഷ്ണു. അന്നേരം കണ്ണീരോടെ ഇറങ്ങുകയാണ് സുസ്മിത. മുകളിൽ നിന്നും ഇതൊക്കെ കണ്ട സത്യഭാമ പറയുകയാണ്, മോളെ നിൽക്ക്. താഴേക്കിറങ്ങി വന്ന സത്യഭാമ ചോദിക്കുകയാണ്, മോളെ ഇതെന്ത് പറ്റി? മോൾ എന്തിനാ കരയുന്നത്? അത് ആന്റിയുടെ മോനോട് തന്നെ ചോദിക്കുക. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവുകയാണ് ആന്റി. പോകുന്നതൊക്കെ പിന്നീട് തീരുമാനിക്കാൻ നീ വാ, ഞാൻ അവനോടൊന്ന് ചോദിക്കട്ടെ. എന്തിനാ എന്റെ മോളെ കരയിച്ചതെന്ന്? വാ. എന്തിനാടാ ഇവള് കരയുന്നത്? എനിക്കെങ്ങനെ അറിയാം? അതിന്റെ കാരണം അവൾക്കല്ലേ അറിയൂ, അവളോട് തന്നെ ചോദിക്കുക. ഈ കാരണമാണെന്നാണ് അവൾ പറയുന്നത്. സുസ്മിത പറയുകയാണ്, ഞാൻ അടുത്ത് ചെല്ലുമ്പോഴേ ദേഷ്യം ആന്റി വിഷ്ണുവേട്ടന്. ഇപ്പോ അതാ സെറ്റിയിൽ അടുത്തിരുന്നതും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇക്കണക്കിനാണെങ്കിൽ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഞാൻ പോവാണ്. സത്യഭാമ ചോദിക്കുകയാണ്, എന്താടാ ഇതൊക്കെ? നീ എന്തിനാ ഇവളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഈ സെറ്റിൽ അവളിരുന്ന നിനക്കെന്താ പ്രശ്നം? എന്റെ അമ്മ, അതിന് എനിക്കും ഒരു സ്വകാര്യതയൊക്കെ വേണ്ടേ? അവൾ അറിയാൻ പാടില്ലാത്ത എന്ത് സ്വകാര്യതയാണ് നിനക്കുള്ളത്? നോക്ക്, സുസ്മിതയോട് ഈ വീട്ടിൽ വരാനും ഇവിടെ നിൽക്കാനും പറഞ്ഞത് ഞാനാണ്. ഈ വീടിന്റെ നാളത്തെ മരുമകളാണ് ഇവൾ. ഇവൾക്ക് ഈ വീടിന്റെ ഏത് മുറിയിലും ഏത് സമയത്തും കയറാം, എവിടെയും ഇരിക്കാം. രാജേട്ടനുമായി ഞാനും നിന്റെ അച്ഛനും പറഞ്ഞുറപ്പിച്ച ബന്ധം നീ അങ്ങ് മറന്നോ? എന്റെ അമ്മേ, അത് പക്ഷെ ഞാനിത് എന്നൊക്കെ പറയാൻ ശ്രമിക്കുകയാണ് വിഷ്ണു. പക്ഷെ സത്യഭാമ സമ്മതിക്കുന്നില്ല. ഒരു പക്ഷേയും ഒരു ഞാനും ഇല്ല. പറയുന്നതങ്ങ് അനുസരിച്ചാൽ മതി, അത്ര തന്നെ. എന്നിട്ട് സുസ്മിതയോട് പറയുകയാണ്, അതെ മോളെ, മോളും കുറച്ചുകൂടി ക്ഷമ കാണിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. അവന് നല്ല ജോലിയുണ്ട്, അവശേഷിക്കുന്ന സമയം നിനക്ക് കിട്ടുന്നുണ്ടല്ലോ. പണ്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്തും എന്റെ അച്ഛനും ഇങ്ങനെ തന്നെയായിരുന്നു. ഓടി നടന്ന് നന്നായിട്ട് അധ്വാനിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ നല്ല നിലയിൽ കഴിയുന്നത്. എന്നിട്ട് വിഷ്ണുവിനോട് പറയുകയാണ്, അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ആ കാവിൻപുറത്തെ ടെക്സ്റ്റൈൽസിൽ നിന്നുള്ള കുടിശ്ശിക കുറെ ആയല്ലോ മോനെ, നീ ഉടൻ പോയി അത് പിരിച്ചെടുക്കണം. കുമാരൻ എന്നാണ് ആ ഉടമസ്ഥന്റെ പേര്. അപ്പോ അമ്മയെന്ന് പറയുകയാണ് വിഷ്ണു. അതിനുശേഷം സത്യഭാമ സുസ്മിതയോട് പറയുകയാണ്, എങ്കിൽ പിന്നെ അത് നടക്കട്ടെ, മോള് വാ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഒരു മിനിറ്റ് ആന്റി എന്ന് സുസ്മിത പറയുമ്പോൾ അവിടെ നിന്നും പോവുകയാണ് സത്യഭാമ. സുസ്മിത വിഷ്ണുവിനോട് പറയുകയാണ്, അതെ, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും വിഷ്ണുവേട്ടനെ വിട്ടു പോകില്ല കേട്ടോ. അത് ശ്രദ്ധിക്കുകയാണ് സത്യഭാമ. പഴയ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ വേറെവർ യു ഗോ ഐ ആം ദെയർ. റബ്ബർ എസ്റ്റേറ്റിലും റൂമിലും മാത്രമല്ല, നാളെ കാവിൻപുറത്തെ ടെക്സ്റ്റൈൽസിലും എന്നെ പ്രതീക്ഷിക്കാം എന്നർത്ഥം. ദേഷ്യപ്പെട്ട് കൈ ചുരുട്ടിക്കൊണ്ട് വിഷ്ണു പറയുകയാണ്, പോടി അവിടെന്ന്. ഇത് കേട്ട് സുസ്മിത ഓടുമ്പോൾ ചിരിക്കുകയാണ് സത്യഭാമ. ഈ പിള്ളേരുടെ ഒരു കാര്യം എന്ന് പറയുകയാണ് സത്യഭാമ. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ വീടാണ്. അന്നേരം ശാരികയ്ക്ക് ഒരു ഫോൺ വരികയാണ്. ശാരിക ചോദിക്കുകയാണ്, ഹലോ, ആരാണ്? ശാരിക അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശാരിക വീണ്ടും പറയുകയാണ്, അതെ, ആരാണെന്ന് മനസ്സിലായില്ലല്ലോ. റോഷ്നിയാണ്. അപ്പൊ മറന്നോ നീ എന്നെ? ബെസ്റ്റ് കക്ഷിയാണല്ലോ. ശാരിക ചോദിക്കുകയാണ്, റോഷ്നിയോ? 8A പഠിച്ച? എക്സാക്ട്ലി, റോഷ്നി സെബാസ്റ്റ്യൻ. മനസ്സിലായി. സ്കൂളിൽ നിന്ന് തുടങ്ങിയതല്ലേ നമ്മുടെ സൗഹൃദം. ഞാൻ എങ്ങനെ മറക്കാനാ നിന്നെ? ഇല്ല, ഇതേതാ പുതിയ നമ്പർ? റോഷ്നി പറയുകയാണ്, ഇതാണ് ഇനി മുതലുള്ള എന്റെ നമ്പർ, ഒന്ന് സേവ് ചെയ്ത് വച്ചേക്ക്. എനിക്ക് കുറച്ച് കൂട്ടുകാരല്ലേ ഉള്ളൂ. കൂടെ പഠിച്ച പലർക്കും എന്നെ ഓർമ്മ പോലും ഇല്ല. ഒരു കോള് പോലും ഇല്ല. ചിലരൊക്കെ വഴിയിൽ വെച്ച് കണ്ടാൽ ഒന്ന് ചിരിക്ക കൂടി ഇല്ല. റോഷ്നി പറയുകയാണ്, ആയിരിക്കും, പക്ഷെ ഞാൻ എങ്ങനെ മറക്കാനാണ് നിന്നെ? ശാരദാമ്മ വാഴയിലിൽ തന്നുവിടുന്ന പൊതിച്ചോറിന്റെ രുചി നീയല്ലേ ഞങ്ങൾക്ക് പങ്കുവച്ചിരുന്നത്. ഇന്നത്തെ ആ രുചി ഒരു കോണ്ടിനെന്റൽ ഡിഷിനും കിട്ടിയിട്ടില്ല. ശാരിക ചോദിക്കുകയാണ്, ഇപ്പൊ നിന്റെ ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ഒത്തുതീർപ്പായോ? അതൊക്കെ ഒതുക്കി. ജീവിതത്തിൽ കൂടി ഒരു കൊടുങ്കാറ്റ് കടന്നു പോയതുപോലെയാണ് തോന്നുന്നത്. അത് കഴിഞ്ഞുള്ള കംപ്ലീറ്റ് ശാന്തതയാണ് ഇപ്പോൾ. ഒറ്റയ്ക്കാണെങ്കിലും വെൽ സെറ്റഡ്. ആവശ്യത്തിന് പണവും ഉണ്ടെന്ന് കൂട്ടിക്കോ. അത് നല്ല വാർത്തയാണല്ലോ എന്ന് ചോദിക്കുകയാണ് ശാരിക. തീർച്ചയായും. പിന്നെ ഞാൻ നിന്നെ വിളിച്ചത് ഒരു വിശേഷം പറയാനാണ്. എനിക്ക് കമ്പനിയിൽ പ്രൊമോഷനായി. ഫ്രണ്ട്സിനൊക്കെ കൂടി ഒരു പാർട്ടി കൊടുക്കുന്നുണ്ട് ഞാൻ. നീ ഉറപ്പായും വരണം, വന്നേ പറ്റൂ. ശാരിക ചോദിക്കുകയാണ്, അതിപ്പോ എന്നാ ഈ സംഭവം എന്ന് പറയാമോ? വരുന്ന വെള്ളിയാഴ്ചയാണ്, ഫ്രൈഡേ. ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുകയാണ് ശാരിക. നോക്കിയാൽ പോരാ, നീ വന്നേ പറ്റൂ. ഇല്ലെങ്കിൽ പാർട്ടി കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരും, പറഞ്ഞേക്കാം. അയ്യോ, അതൊന്നും വേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും എത്താൻ നോക്കാം. ഓക്കെ, സ്ഥലവും സമയവും ഒക്കെ ഞാൻ SMS ചെയ്യാം.
മോളിപ്പോ ഫോൺ വയ്ക്ക്, ഞാൻ വിളിക്കാം. ഫോൺ വെച്ച ശേഷം ശാരിക കരുതുകയാണ്, ഈ പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ മദ്യമൊക്കെ കാണുവോ? ആ, എന്തായാലും ഫുഡ് സൂപ്പർ ആയിരുന്നാൽ മതി. ഫോൺ വെച്ച ശേഷം റോഷ്നി പറയുകയാണ്, പാർട്ടിക്ക് അവള് വരും, ഉറപ്പാണ്. റോഷ്നി അത് പറയുന്നത് രാജേശ്വരിയോടാണ്. കൂടെ ഗോപാലകൃഷ്ണനും ബാലചന്ദ്രനുമുണ്ട്. സന്തോഷത്തോടു കൂടി രാജേശ്വരി പറയുകയാണ്, വരണം, അതിനാണല്ലോ ഈ ജോലി നിന്നെ തന്നെ കണ്ടുപിടിച്ച് ഏൽപ്പിച്ചത്. ബാലചന്ദ്രൻ പറയുകയാണ്, സത്യം പറഞ്ഞാൽ ഞാനാകെ വണ്ടറടിച്ചു പോയി ചേച്ചി. ഇവളുടെ ഡയലോഗൊക്കെ കലക്കി. പ്രത്യേകിച്ച് ശാരദാമ്മയുടെ പൊതിച്ചോറിന്റെ കഥയൊക്കെ കേട്ടാൽ ആരും വിശ്വസിച്ചു പോകും. റോഷ്നി പറയുകയാണ്, അതൊന്നും കഥയല്ല, യാഥാർത്ഥ്യമാണ്. എനിക്ക് ഒരുപാട് കമ്മിറ്റ്മെന്റ് ഉള്ള ഫ്രണ്ടാണ് ശാരിക. ഞാൻ എന്തു പറഞ്ഞാലും അവള് വിശ്വസിക്കും. ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്, അങ്ങനെ വലിയ കമ്മിറ്റ്മെന്റ്സും സെന്റിമെന്റ്സും ഒക്കെ ഉണ്ടെങ്കിൽ എന്തിനായി ചതിക്ക് കൂട്ടുനിൽക്കുന്നത്? കൂടെ വന്ന റോഷ്നിയുടെ കൂട്ടാളി പറയുകയാണ്, ഇത് ബിസിനസ് ആണ് സാറേ, സെന്റിമെന്റ്സ് ഒന്നും ഇല്ല. നിങ്ങൾ ഇവളെ ഒരു ജോലി പറഞ്ഞ് ഏൽപ്പിച്ചു, അവളത് ചെയ്തു തുടങ്ങി. ബാക്കി ഇനി പാർട്ടിയിൽ. പറഞ്ഞുറപ്പിച്ച ക്യാഷിൽ ഒരു അഡ്വാൻസ് തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്കങ്ങ് പോകാമായിരുന്നു. ബാലാന്ന് വിളിക്കുമ്പോൾ ബാലചന്ദ്രൻ പോക്കറ്റിൽ നിന്നും ക്യാഷ് എടുത്ത് രാജേശ്വരിക്ക് കൊടുക്കുകയാണ്. രാജേശ്വരി അത് റോഷ്നിക്ക് കൊടുത്ത ശേഷം പറയുകയാണ്, വെറും അഡ്വാൻസ് അല്ല, പറഞ്ഞതിന്റെ നേർപകുതി ഉണ്ട്. ഇപ്പം കാണിച്ച സ്മാർട്ട്നെസ് നാളെയും കാണിക്കണം. റോഷ്നി പറയുകയാണ്, കാണിക്കും. മനസാക്ഷി വിറ്റ് കിട്ടുന്ന കാശാണിത്. വില പറഞ്ഞുറപ്പിച്ച് ക്യാഷ് വാങ്ങിയ ശേഷം ആ മനസാക്ഷി ഉപേക്ഷിക്കും ഈ റോഷ്നി. അടുത്തത് എന്താണെന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. ഇപ്പോൾ പോകുന്നു എന്ന് പറഞ്ഞു പോവുകയാണ് റോഷ്നി. ബാലചന്ദ്രൻ പറയുകയാണ്, ഇവൾ കൊള്ളാം, ഇവൾ പൊളിക്കുമെന്ന് ഉറപ്പാണ്. രാജേശ്വരി പറയുകയാണ്, പൊളിക്കണമല്ലോ, അതല്ലേ ഇത്ര മെനക്കെട്ട് ഇവളെ തന്നെ കണ്ടുപിടിച്ചത്. പക്ഷെ ഇതൊന്നും ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് ഗോപാലകൃഷ്ണൻ പറയുകയാണ്, രാജേശ്വരി, നീ കളിക്കുന്നത് തീക്കളിയാണ്. നീക്കമൊന്ന് പിഴച്ചാൽ സ്വയം കത്തിപ്പോകുന്നത് നീ ആയിരിക്കും. രാജേശ്വരി പറയുകയാണ്, നീക്കം പിഴച്ചാലല്ലേ? ഇത്തവണ പിഴക്കില്ല എന്ന് രാജേശ്വരിക്ക് ഉറപ്പാണ്. ശാരദയും 3 പെൺമക്കളുമാണ് ഇന്നാ വീട്ടിൽ ഉള്ളത്. രണ്ടാമത്തവൾ ഉണ്ടല്ലോ, ആ ശാലിനി, അവളെ വീഴ്ത്തണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷേ തലയിലിത്തിരി വെളിച്ചം ഉള്ള കൂട്ടത്തിലാണ് അവള്. വലയെറിയുന്നത് അവൾക്ക് നേരെയാണെങ്കിൽ അവൾ അത് പൊട്ടിക്കും എന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല നമ്മളെ കൂടി അവൾ വലയിലാക്കുകയും ചെയ്യും. എന്നാൽ ശാരികയുടെ നേരെ നമ്മുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഒരു നീക്കമുണ്ടായാൽ അതാരും സംശയിക്കില്ല. ബോട്ട് ഫ്രം ലൂം എന്ന് കേട്ടിട്ടില്ലേ? അപ്രതീക്ഷിതമായ ഒരു ഇടിമിന്നൽ. അങ്ങനെ വേണം ശാരികയുടെ സംഭവം കുടുംബശ്രീയിൽ വന്ന് വീഴാൻ. മക്കളിൽ ഒരാളുടെ മാനം പോയാൽ അത് പുറത്താരോടും പറയാനാകാതെ ഉരുകിത്തീരും ആ ശാരദ. ചിലപ്പോൾ ഒരു മുഴം കയറിലോ കിണറ്റിലോ അവളുടെ ജീവൻ അവസാനിപ്പിച്ചു എന്നും വരും. അതോടെ ചിതറും ആ കുടുംബം. 3 പേരും 3 വഴി. ശാലിനിയുടെ IAS-ഉം IPS-ഉം ഒക്കെ സ്വപ്നങ്ങളിൽ മാത്രം. അതിനാണ് രാജേശ്വരി ഇനി ഈ ലേലം അങ്ങ് ഉറപ്പിക്കുന്നത്. ശാരികയെ വെച്ചുള്ള ഒരു ഓൺലൈൻ ലേലം. താമസിയാതെ അത് നടക്കും. അത്രയും പറഞ്ഞ് രാജേശ്വരി അകത്തേക്ക് പോകുമ്പോൾ ആകെ വിഷമിച്ചു നിൽക്കുകയാണ് ഗോപാലകൃഷ്ണൻ. പിന്നീട് കാണിക്കുന്നത് ടെക്സ്റ്റൈൽസിൽ നിൽക്കുന്ന സുസ്മിതയാണ്. അതേ ടെക്സ്റ്റൈൽസിലേക്ക് എത്തുകയാണ് ശാലിനിയും ശ്യാമയും. കടയിലേക്ക് കയറി അവിടേക്ക് നോക്കിയ ശേഷം ശ്യാമ പറയുകയാണ്, ഇത് വലിയ കടയാണല്ലോ ചേച്ചി, പരസ്യത്തിലൊക്കെ കാണുന്നത് പോലെ തന്നെ. എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടുന്ന വിശാലമായ സ്ഥാപനം. ശാലിനി പറയുകയാണ്, എന്ന് കരുതി നീ ഇത് മൊത്തം വിഴുങ്ങാനൊന്നും നിൽക്കേണ്ട. 2000 രൂപയാണ് മൊത്തം ബഡ്ജറ്റ് കയ്യിലുള്ളത്. ശ്യാമ ചോദിക്കുകയാണ്, 2000 രൂപയ്ക്ക് എന്ത് കിട്ടാനാ ചേച്ചി? ഇത് അറിഞ്ഞിരുന്നെങ്കിൽ വരണ്ടായിരുന്നു. എങ്കിൽ പിന്നെ തിരിച്ചു പോകാം, നടക്ക് എന്ന് ശ്യാമയോട് പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, അങ്ങനെ പറയരുത്. വന്ന സ്ഥിതിക്ക് എന്ന് പറയുമ്പോൾ ശാലിനി പറയുകയാണ്, വന്ന സ്ഥിതിയല്ല, നമ്മുടെ സ്ഥിതി ഇത്രയേ ഉള്ളൂ. 2000-നുള്ളിൽ കിട്ടുന്നത് വാങ്ങിക്കുക, അത്രയേ ഉള്ളൂ. പറയുന്നത് മനസ്സിലായോ എന്ന് സ്നേഹത്തോടു കൂടി ശ്യാമയോട് ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, മനസ്സിലായി ചേച്ചി. അതേസമയം അവിടേക്ക് ബുള്ളറ്റിലെത്തുകയാണ് ദാസനും വിഷ്ണുവും. വണ്ടിയിൽ നിന്ന് ഇറങ്ങി കടയിലകത്തേക്ക് കയറിയ ശേഷം വിഷ്ണു പറയുകയാണ്, അപ്പോ ഇതാണ് കുമാരൻ മുതലാളിയുടെ ടെക്സ്റ്റൈൽസ്. ദാസൻ പറയുകയാണ്, അതെ ആശാനെ. പണം വാങ്ങാൻ വരുമ്പോൾ എന്തൊരു വിനയമായിരുന്നു എന്നറിയാമോ? അത് കണ്ട് 25 ലക്ഷം രൂപയാണ് അന്ന് സത്യാമ്മ എടുത്തു കൊടുത്തത്. ഇന്നാ വഴിക്ക് വന്നിട്ടേ ഇല്ല. വിഷ്ണു പറയുകയാണ്, അത് നമുക്ക് കാണിച്ചു കൊടുക്കാടാ. കുമാരൻ മുതലാളി അടിയും കൊണ്ട് പുളിയും കുടിച്ച് പലിശ മുതൽ തിരിച്ചു തരാനായിരിക്കും യോഗം. വാടാന്നും പറഞ്ഞ് ദാസനെയും കൂട്ടി അകത്തേക്ക് കയറുകയാണ് വിഷ്ണു. റിസപ്ഷനിൽ ചെന്ന് വിഷ്ണു ചോദിക്കുകയാണ്, മോനെ നിന്റെ മുതലാളി എവിടെ? മുതലാളി മുകളിലാണ്, എന്താണ് വേണ്ടത്? അത് ഞാൻ അങ്ങേരെന്ന് വാങ്ങിച്ചോളാം, വാടാന്നും പറഞ്ഞ് ദാസനെയും കൂട്ടി മുകളിലേക്ക് പോവുകയാണ് വിഷ്ണു. അകത്തു നിന്ന് ശ്യാമ പറയുകയാണ്, ഹായ്, എന്തുമാത്രം സാധനങ്ങളാണ് ചേച്ചി ഇവിടെയൊക്കെ. അന്നേരം ശാലിനി പതിയെ പറയുകയാണ്, കടയാകുമ്പോൾ സാധനങ്ങളൊക്കെ കാണും. നീ ഒരുമാതിരി പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ മിഴിച്ചു നിൽക്കാതെ ഒന്നിങ്ങോട്ട് വന്നേ. അതേസമയം മുകളിലേക്ക് കയറുന്ന ദാസൻ ശാലിനിയെ കാണുകയാണ്. ദാസൻ പറയുകയാണ്, എന്റെ ആശാനെ തുലഞ്ഞു. അന്നേരം മുകളിലേക്ക് കയറിയ വിഷ്ണു തിരികെ വന്ന് ദാസനോട് ചോദിക്കുകയാണ്, എന്താ? ഇവിടത്തെ പിരിവിന്റെ കാര്യം ഇന്ന് കട്ടപ്പുകയാവുന്ന ലക്ഷണമാണ്.
അതെന്താന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ദാസൻ പറയുകയാണ്, ആശാന്റെ അങ്ങോട്ട് നോക്കിയേ. അന്നേരം ശാലിനിയെ കണ്ട് ചിരിച്ചു നിൽക്കുകയാണ് വിഷ്ണു. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.